ആർക്കിടെക്ചറൽ ഡിസൈൻ സീരീസിലെ ചാപ്റ്റർ നമ്പർ 4 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, സൈറ്റ് അനാലിസിസ്. നമ്മൾ ഇതുവരെ എൻക്വയറി അഥവാ ക്ലയൻറ്റ് മീറ്റിംഗ്, പ്രപ്പോസൽ ആൻഡ് എഗ്രിമെൻറ്റ് എന്നീ സ്റ്റേജുകളാണ് ഒരു ഡിസൈനിങ് പ്രോസസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് സൈറ്റ് അനാലിസിസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്റ്റേജ് പല പ്രൊജക്ട്സിലും പല സമയത്തായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ചില പ്രൊജക്റ്റുകളിൽ ആദ്യം നമ്മൾ എൻക്വയറി നടത്തി അതിനുശേഷമായിരിക്കും സൈറ്റ് അനാലിസിസ് നടത്തുന്നത്. മറ്റു ചില പ്രൊജക്ട്സുകളിൽ എൻക്വയറിയും സൈറ്റ് അനാലിസിസും ഒരുമിച്ചായിരിക്കും നടക്കുന്നത്. ഇനി വേറൊരു ഓപ്ഷൻ എന്നുള്ളത് സൈറ്റ് അനാലിസിസിന് ശേഷം എൻക്വയറി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. അതായത് ക്ലയൻറ്റ് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ മേ ബി നമ്മളോടൊന്ന് സൈറ്റ് പോയി കാണും, അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറയുകയാണെങ്കിൽ സൈറ്റ് അനാലിസിസ് ആയിരിക്കും ആദ്യം നടക്കുന്ന പ്രൊസീജിയർ. അതിനുശേഷമായിരിക്കും ക്ലയൻറ്റ് മീറ്റിംഗ് അല്ലെങ്കിൽ എൻക്വയറി എന്ന് പറയുന്നൊരു പ്രൊസീജിയർ നടക്കുന്നത്. ചിലപ്പോൾ ക്ലയൻറ്റ് നാട്ടിലുള്ളൊരു വ്യക്തി തന്നെയാണ്, നമുക്കിങ്ങനെ ഒരു വർക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ സൈറ്റിലേക്കൊന്ന് വാ എന്ന് പറയും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സൈറ്റ് പോയി കണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പഠിക്കുന്നൊരു സ്റ്റേജിൽ തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി എൻക്വയറി എന്ന് പറയുന്നൊരു പ്രൊസീജിയർ നടക്കുന്നത്. അവിടെ എൻക്വയറിയും സൈറ്റ് അനാലിസിസും ഒരുമിച്ചായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഇനി മറ്റ് ചില സിറ്റുവേഷൻസിൽ നമ്മളൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ഇനീഷ്യലി ചെയ്തതിന് ശേഷമായിരിക്കും കുറച്ച് ദൂരെയൊക്കെ ഉള്ളൊരു സൈറ്റ് ആണെങ്കിൽ ആ സൈറ്റ് പോയിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിൽ നമ്മളൊരു ഓർഡർ വൈസ് 4ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൂടി ഇത് ഓരോ പ്രൊജക്ട്സിനും ക്ലയൻറ്റിനും അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. സോ സൈറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ വൈസ് പറയുകയാണെങ്കിൽ എക്സാമിനേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് സൈറ്റ്സ് കണ്ടീഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, കോൺടെക്സ്റ്റ് ടു ഫോർമുലേറ്റ് ഡിസൈൻ ഡിസിഷൻസ് ആൻഡ് എൻഷുർ എ സക്സസ്ഫുൾ പ്രൊജക്റ്റ്. നമ്മളൊരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ പ്രൊജക്റ്റിൻ്റെ സൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും അതിൻ്റെ ഒരു ഡിസൈനിങ് പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ ഡിസൈൻ ആസ്പെക്ട്സും മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രിലിമിനറി ആയിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ പ്രൊസീജിയർ തന്നെയാണ് സൈറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ആ ഒരു സൈറ്റിൻ്റെ കണ്ടീഷൻസും അവിടുത്തെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ആ ഒരു ഏരിയയ്ക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള കണ്ടീഷൻസും കാര്യങ്ങളെല്ലാം നോക്കി ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിലിമിനറി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് സൈറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതൊരു വലിയ ലെങ്തി പ്രൊസീജിയറാണ്. അതിൻ്റെ എൻഡ് ഔട്ട്പുട്ടിൻ്റെ ഒരു സാമ്പിളാണ് ഞാൻ ഈ സൈഡിൽ കാണിച്ചിട്ടുള്ളത്, സൈറ്റ് അനാലിസിസിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഡയഗ്രാം. സോ ഇതിൽ വരുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രിലിമിനറി ഇൻസ്പെക്ഷൻ ഓഫ് സൈറ്റ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്, റഫ് സ്കെച്ചിങ് ആൻഡ് സൈറ്റ് മെഷർമെൻറ്റ്, ക്ലൈമാറ്റിക് സ്റ്റഡി, എക്സിസ്റ്റിംഗ് ആൻഡ് നൈബറിംഗ് കണ്ടീഷൻ സ്റ്റഡി, സോട്ട് അനാലിസിസ്, ടേക്കിംഗ് വീഡിയോസ് ആൻഡ് ഫോട്ടോസ്, ഡോക്യുമെൻറ്റേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ. ഇതാണ് ബേസിക്കലി സൈറ്റ് അനാലിസിസ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ അല്ലെങ്കിൽ പ്രോസസ്സിൽ ത്രൂ ഔട്ട് നമ്മൾ മൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ ഒരു പ്രോപ്പർ അല്ലെങ്കിൽ പ്രൊഫഷണൽ സൈറ്റ് അനാലിസിസും അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനും ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസൈനിങ്ങിനും അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. സോ ഈ ഒരു പ്രൊസീജിയറൊക്കെ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി നമുക്കൊരു പ്രൊജക്റ്റ് ഒരു ആർക്കിടെക്ചറൽ ഡിസൈനിങ് ബേസിൽ ചെയ്യുന്ന സമയത്ത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് പ്രിലിമിനറി ഇൻസ്പെക്ഷൻ ഓഫ് എ സൈറ്റ്. ഫസ്റ്റ് നമുക്കൊരു സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സൈറ്റ് നമ്മളൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ആ ഓവറോൾ സൈറ്റിൻ്റെ കണ്ടീഷൻസും സൈറ്റിൻ്റെ ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലയൻറ്റ് ഒരു വർക്കുണ്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യം സൈറ്റ് പോയിട്ട് കാണുക, ആ സൈറ്റിൻ്റെ ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡിഫൈൻഡ് ആണോ, അല്ലെങ്കിൽ അത് അവർക്ക് അറിയുമെങ്കിൽ അത് മാർക്ക് ചെയ്ത് തരാൻ പറയുക. അതല്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ബൗണ്ടറീസും കാര്യങ്ങളും ഏതാണെന്നുള്ളത് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ ഒരു ഇനീഷ്യൽ പാർട്ടിലേക്ക് കിടക്കാനാവുള്ളൂ. അതുപോലെ തന്നെ സൈറ്റിൽ നമ്മൾ ഇത്തരത്തിലൊരു ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ വിസിറ്റിന് പോകുന്ന സമയത്ത് സൈറ്റ് പ്രോപ്പറായിട്ട് ക്ലിയർ ആണോ, ആക്സസിബിൾ ആണോ എന്നുള്ളതെല്ലാം മുൻകൂട്ടി തന്നെ ചെക്ക് ചെയ്യുക. കാരണം നമുക്ക് കിട്ടിയ സൈറ്റ് വളരെ ദൂരെയൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് സൈറ്റ് നമുക്ക് ആക്സസിബിൾ അല്ലാത്തൊരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനീഷ്യൽ തന്നെ ക്ലയൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റിന് വരുന്നുണ്ട്, സൈറ്റ് പ്രോപ്പറായിട്ട് ആക്സസിബിൾ അല്ലേ, ക്ലീൻ അല്ലേ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, മുൻകൂട്ടി തന്നെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലാൻഡിൻ്റെ ലീഗൽ വാലിഡിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതും വളരെയധികം നന്നായിരിക്കും. അതായത് ഡോക്യുമെൻറ്റേഷൻസ് പ്രോപ്പർ അല്ലേ, ഇതിൻ്റെ ഓണർഷിപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ലാൻഡിൻ്റെ കണ്ടീഷൻ എന്താണ്, അത് കൺസ്ട്രക്ഷൻ പർപ്പസിന് പോസിബിൾ ആയിട്ടുള്ള ലാൻഡാണോ അതോ പാഡി ഫീൽഡാണോ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡോക്യുമെൻറ്റ്സ് വെച്ച് ചെക്ക് ചെയ്യുന്നത് കൂടെ നമുക്ക് വളരെയധികം നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ഒരു ഔട്ട്കമ്മിനെ
ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അതും കൂടെ ഒന്ന് ഇനീഷ്യൽ ഇൻസ്പെക്ഷൻ സമയത്ത് ചെക്ക് ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രിലിമിനറി ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ ആ സൈറ്റ് ഒന്ന് പോയി കാണുക, അതിൻ്റെ ഷേപ്പ് എന്താണ്, അവിടുത്തെ ഒരു കണ്ടീഷൻസ് എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക, പ്രോപ്പർ ബൗണ്ടറീസും കാര്യങ്ങളും അനലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കെച്ച് ആൻഡ് സൈറ്റ് മെഷർമെൻറ്റ്. നമുക്ക് ആ സൈറ്റിൻ്റെ ഒരു മെഷർമെൻറ്റ്സും കാര്യങ്ങളും എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈറ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. എന്തായാലും ഇപ്പോൾ സൈറ്റ് അനാലിസിസിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. സോ ഇനീഷ്യൽ പ്രിലിമിനറി ഇൻസ്പെക്ഷന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ സൈറ്റിൻ്റെ ഒരു റഫ് സ്കെച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, വിത്ത് ഡിഫൈൻഡ് ബൗണ്ടറീസ്. ദെൻ സൈറ്റ് മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രയാങ്കുലേഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് സൈറ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കാറുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സെപ്പറേറ്റ്ലി പറയാം. ട്രയാങ്കുലേഷൻ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ച പോലെ ഈ ABCDE എന്ന് പറയുന്നതാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ ഓരോ കോർണർ ബൗണ്ടറീസ് എങ്കിലും അതിനുള്ളിൽ നമ്മൾ ട്രയാങ്കിൾസ് ആയിട്ട് ആ പ്ലോട്ടിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാനുവലി നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ട്രയാങ്കിൾ സ്പേസ് ആക്കി ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് ഡ്രോയിങ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, മാനുവൽ ആണെങ്കിലും സോഫ്റ്റ്വെയറിലാണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എറേഴ്സ് മാക്സിമം മിനിമൈസ് ചെയ്തിട്ട് അക്യുറേറ്റ് ആയിട്ട് ആ പ്ലോട്ടിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രയാങ്കിളാക്കി ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ട്രയാങ്കിളാക്കി ഡിവൈഡ് ചെയ്തിട്ട് നമ്മളതിൻ്റെ പ്രോപ്പർ മെഷർമെൻറ്റ്സ് എല്ലാ ബൗണ്ടറീസിനും അതുപോലെ തന്നെ കോർണർ ടു കോർണർ ആയിട്ടുള്ള മെഷർമെൻറ്റ്സും ഈ ഡ്രോയിങ്ങിൽ കാണിച്ച പോലെ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇനീഷ്യലി ആവശ്യം. സോ നമ്മൾ സൈറ്റിൽ വിസിറ്റിന് പോകുന്ന സമയത്ത് ഒരു സ്കെച്ച് ബുക്കും മറ്റ് ഡ്രോയിങ് ടൂൾസും കാര്യങ്ങളും കരുതുക, അതുപോലെ തന്നെ മെഷർമെൻറ്റ് ടാപ്പും കയ്യിൽ കരുതണം. എന്നിട്ട് ഈ രീതിയിൽ ട്രയാങ്കിൾസ് ആക്കിയിട്ട് മെഷർമെൻറ്റ്സ് എടുക്കുക. ഈ ട്രയാങ്കിൾസ് ആക്കുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷൻ പോയിൻറ്റ്സോ കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറയുന്നില്ല, ഫർദർ ഒരു ഡിസ്കഷൻസിൽ നമുക്ക് പറയാം. ഇത്തരത്തിൽ ട്രയാങ്കിൾസ് ആക്കുന്ന സമയത്ത് നമുക്ക് നമ്പർ ഓഫ് ട്രയാങ്കിൾസിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എറേഴ്സ് മിനിമൈസ് ചെയ്യാനും മെഷർമെൻറ്റ്സിലുള്ള ആക്യുറസി കൂട്ടാനും സാധിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു സൈറ്റ് അനാലിസിസിൽ സൈറ്റിൽ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ക്ലൈമാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. ക്ലൈമാറ്റിക് ആസ്പെക്ട്സ് വളരെയധികം നമുക്ക് ഈ ഒരു പ്രൊജക്ട് ഡിസൈനിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിലുള്ള ഏറ്റവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൺപാത്ത് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളതാണ്. സൺപാത്ത് നോർമലി ഈസ്റ്റ് ടു വെസ്റ്റ് ത്രൂ സൗത്ത് ഡയറക്ഷനാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സണ്ണിൻ്റെ ഒരു ഡയറക്ഷൻ അനാലിസിസ് ചെയ്യുമ്പോൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ടു സൗത്ത് ത്രൂ സൗത്ത് ആണ് നമ്മളൊരു സൺപാത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ ഒരു ഓറഞ്ച് റെഡിഷ് ആയിട്ട് കാണിച്ചിട്ടുള്ള ആ ഒരു ഡയഗ്രമാണ് സൺപാത്ത് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുക നമ്മളെ കോണ്ടെക്സ്റ്റിൻ്റെ കണ്ടീഷൻസ്. നമ്മൾ നിയർ ബൈ പ്ലോട്ടിൽ വലിയ ഹൈ റൈസ് ബിൽഡിങ്സോ വലിയ മരങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേ ബി ഈ സൺലൈറ്റിൻ്റെ അല്ലെങ്കിൽ സൺപാത്തിൽ ചെറിയ ചെറിയ ഡീവിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ പ്രോപ്പറായിട്ട് സൈറ്റിൽ അനലൈസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എക്സാക്റ്റ് സൺപാത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് വിൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള വിൻഡാണ് നമ്മൾ നോർമലി നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമാറ്റിക് ആസ്പെക്റ്റ് വെച്ച് പറയുന്നത്. മേജർ ആൻഡ് മൈനർ വിൻഡ്സ് ആണത്. മേജർ വിൻഡ് സൗത്ത് വെസ്റ്റ് സൈഡിൽ നിന്നും നോർത്ത് ഈസ്റ്റ് സൈഡിൽ നിന്നും മൈനർ വിൻഡുമാണ് നമ്മുടെ ഒരു ബേസിക് ക്ലൈമാറ്റിക് ആസ്പെക്റ്റ് വെച്ചിട്ട് ഉണ്ടായിരിക്കുക. നമ്മുടെ ഈ ഒരു ഫിഗറിൽ ഒരു റെഡിഷായിട്ടും അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലും കാണിച്ചിട്ടുള്ളത് വിൻഡിൻ്റെ ആസ്പെക്ട്സും കാര്യങ്ങളുമാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈറ്റിൻ്റെ കോണ്ടെക്സ്റ്റും അതിൻ്റെ നൈബറിങ് കണ്ടീഷൻസും അനുസരിച്ചിട്ട് വേരി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തൊട്ടടുത്തൊരു പ്ലോട്ടിൽ മേജർ വിൻഡ് വരുന്ന സൗത്ത് വെസ്റ്റ് സൈഡിൽ വലിയ ഹൈറ്റിലുള്ള ബിൽഡിങ്സോ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാറ്റിൻ്റെ ഡയറക്ഷൻ മാറാനുള്ള സാധ്യതകളുണ്ട്. സോ പ്രോപ്പറായിട്ട് സൈറ്റിലുള്ള ഒരു അനാലിസിസിലൂടെയാണ് അവിടുത്തെ എക്സാക്റ്റ് വിൻഡ് ഡയറക്ഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. കോമൺ കേസാണ് സൺപാത്ത് ആണെങ്കിലും വിൻഡ് ഡയറക്ഷൻ ആണെങ്കിലും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്പെസിഫിക് ഡയറക്ഷൻസ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് വൺ പ്രസിപ്പിറ്റേഷൻ ആണ്. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻഫാൾ ഡാറ്റ എന്നുള്ളതിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ആവറേജ് ഒരു ഇയറിൽ എത്ര പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ മഴയുടെ അളവ് എത്രയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനേക്കാൾ ഉപരി അവിടുത്തെ ഒരു വാട്ടർ ബോഡി ലെവൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു റെയിനി സീസണിൽ അവിടെ എത്രത്തോളം പ്ലോട്ടിൽ വെള്ളം കയറും, പെട്ടെന്ന് ഫ്ലഡഡ് ആവുന്ന ഏരിയ ആണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രസിപ്പിറ്റേഷൻ ഡാറ്റ എന്നുള്ളവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ്മെൻറ്റ് പാർട്ടൊക്കെ എത്രത്തോളം റൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ ഡാറ്റാസ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ടെമ്പറേച്ചർ ആസ്പെക്റ്റും കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അവിടുത്തെ ഒരു ആവറേജ് ടെമ്പറേച്ചർ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില പ്രൊജക്ട്സിലും ചില ഡിസൈൻസിലൊക്കെ ഈ ടെമ്പറേച്ചറും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. അത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം പ്രൊജക്ട്സിൽ ടെമ്പറേച്ചർ സ്റ്റഡി കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ക്ലൈമാറ്റിക് സ്റ്റഡിയിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ സ്റ്റഡി. നമ്മുടെ സൈറ്റിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അതും നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് വെജിറ്റേഷൻസ്. ഡോക്യുമെൻറ്റ് ദ എക്സിസ്റ്റിംഗ് ട്രീസ്, വൈൽഡ് ലൈഫ് ഹാബിറ്റ്സ് ആൻഡ് എക്കോളജിക്കൽ സെൻസിറ്റീവ്സ് ടു ബി പ്രിസർവ്ഡ്. നമ്മൾ പ്ലോട്ടിൽ ക്ലയൻറ്റ് സപ്പോസ് ഒരു
പെർട്ടിക്കുലർ ട്രീ കട്ട് ചെയ്യരുത്, അത് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ നമ്മളോട് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എവിടെയാണെന്നുള്ളത് നമ്മൾ മെഷർമെൻറ്റ് വൈസ് തന്നെ ലൊക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും വൈൽഡ് ലൈഫ് ഹാബിറ്റ്സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വാട്ടർ ബോഡീസ്, കിണറോ അല്ലെങ്കിൽ മറ്റ് വാട്ടർ ബോഡീസോ പബ്ലിക് വാട്ടർ ബോഡീസോ ഒക്കെ നമ്മൾ പ്ലോട്ടിനോട് കടന്നു പോകുന്നു അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ നൈബർഹുഡിലൂടെ കടന്നു പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യണം. റൂൾ പ്രകാരമാണെങ്കിലും ഡിസൈനിങ് വൈസ് ആണെങ്കിലും ഇത്തരത്തിലുള്ള വാട്ടർ ബോഡീസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻസ് എക്സാക്ട്ലി സ്പെസിഫൈഡ് ആയിരിക്കണം. ഇപ്പോൾ ആൾറെഡി കിണറുള്ളൊരു പ്ലോട്ടാണെങ്കിൽ പ്ലാൻ വരയ്ക്കുന്ന പാർട്ടിൽ എത്തുന്ന സമയത്ത് കിണർ എവിടെയാണ് എക്സാക്ട്ലി എന്നുള്ളത് പ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്ലാൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ മിനിമം എത്ര ഡിസ്റ്റൻസ് വിടണം, സേഫായിട്ട് എങ്ങനെ ബിൽഡിംഗ് എവിടെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ വാട്ടർ ബോഡീസിൻ്റെ പൊസിഷൻസ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ആൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ബിൽഡിങ്സ് നമുക്ക് പൊളിച്ചൊഴിവാക്കേണ്ടതായിട്ടുള്ള അവിടെ നിലനിർത്തേണ്ടതായിട്ടുള്ള സ്ട്രക്ചേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ്റെ പാർട്ടിൽ ലൊക്കേറ്റ് ചെയ്യണം. അതിൻ്റെ പ്രോപ്പർ മെഷർമെൻറ്റ്സും ഡിസ്റ്റൻസുകളും എല്ലാം നമ്മുടെ സ്കെച്ചിങ് പാർട്ടിൽ കയ്യിലുണ്ടാകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് അടുത്തൊരു പാർട്ട് നൈബറിങ് കണ്ടീഷൻ സ്റ്റഡി. നമ്മളെ നൈബർഹുഡിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ നിയർബുഡ് പ്ലോട്ടിലുള്ള ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് അവിടെ ഒക്യുപ്പൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കൽ നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഡിസൈനിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളെ സറൗണ്ടിങ്സിലുള്ള കണ്ടീഷൻസ് എന്താണ്, തൊട്ടടുത്ത് വല്ല ഫാക്ടറി യൂണിറ്റ്സോ അല്ലെങ്കിൽ പബ്ലിക് സ്പേസസോ റിലീജിയസ് ആയിട്ടുള്ള സ്പേസസോ എന്താണുള്ളത് എന്നൊക്കെ നമ്മുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസൈനിങ് ഫേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്പേസ് പ്ലാനിങ്ങിൽ പ്രൈവറ്റ് ഏരിയ ആക്കേണ്ട സ്പേസ് ആണോ അതല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഓപ്പൺ സ്പേസസ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു നൈബർഹുഡ് സ്റ്റഡി ആയിരിക്കും. അപ്പോൾ തൊട്ടടുത്തുള്ള പ്ലോട്ടിലൊരു റിലീജിയസ് ആയിട്ടുള്ളൊരു സ്പേസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ പ്രൊജക്റ്റിൽ ആ ഒരു ഭാഗം എപ്പോഴും നീറ്റായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. ഇതെല്ലാം ഒരു ഫാക്ടറി ഔട്ട്പുട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഫുൾ ടൈം വർക്കിങ്ങിലുള്ള എന്തെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സൈഡിലേക്ക് പ്രൈവറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡിസൈനിങ് ഫേസിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഈ ഒരു നൈബർഹുഡ് കണ്ടീഷൻസ് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു അനാലിസിസ് ആണ് SWOT അനാലിസിസ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. ഏതൊരു പ്രൊജക്ട്സ് ആണെങ്കിലും അതൊരു ആർക്കിടെക്ചറൽ പ്രൊജക്റ്റ് എന്നുള്ളതല്ല, ഏതൊരു തരത്തിലുള്ള ഏതൊരു ഫീൽഡിലുള്ള പ്രൊജക്റ്റ് ആണെങ്കിലും SWOT അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ ഒരു ആർക്കിടെക്ചർ ബേസിൽ സംസാരിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ സൈറ്റിൻ്റെ അനാലിസിസിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള സ്ട്രെങ്ത്സ്, എന്തൊക്കെയാണ് ആ സൈറ്റിൻ്റെ വീക്ക്നെസ്സുകൾ, അവിടെ എന്തൊക്കെ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ ത്രെറ്റ്സ്, ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഇനീഷ്യലി നടത്തിയിട്ടുള്ള ഒരു അനാലിസിസിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടി. അതുപ്രകാരം നമുക്ക് ഈ ഒരു SWOT അനാലിസിസും കൂടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് ബേസിലുള്ള കാര്യങ്ങളവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രോപ്പർ ഇവാലുവേഷൻ ആൻഡ് ജഡ്ജ്മെൻറ്റ് നമുക്കവിടെ എൻഷുർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ കാര്യങ്ങൾ കൂടെ നമുക്കിതിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വീഡിയോസ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ്. നമ്മളൊരു സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു പുതിയൊരു പ്രൊജക്റ്റിനുള്ള സൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ പ്രൊജക്റ്റിനുള്ള സൈറ്റ് ആയിക്കോട്ടെ, ഏതാണോ നമ്മൾ പ്രൊജക്റ്റ് സൈറ്റ് വിസിറ്റ് അല്ലെങ്കിൽ സൈറ്റ് അനാലിസിസിന് വേണ്ടി പോകുന്നത്, ആ സൈറ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ള വീഡിയോസും ഫോട്ടോഗ്രാഫ്സും അവിടുത്തെ നിയർ ബൈ കണ്ടീഷൻസും നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സൈറ്റിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂസും അതുപോലെ തന്നെ സൈറ്റിലേക്കുള്ള വ്യൂസും കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സിൽ എടുക്കണം. മേജർലി ഇതിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് പലപ്പോഴും സൈറ്റ് വിസിറ്റ്സ് അല്ലെങ്കിൽ സൈറ്റ് അനാലിസിസ് നടത്തുന്ന ഒരു ടീം ആയിക്കൊള്ളണമെന്നില്ല ഇതിൻ്റെ ഒരു പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലോ 3D ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ സൈറ്റിൻ്റെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ എന്താണ് അവിടേക്കുള്ളൊരു പെർസ്പെക്റ്റീവ്സ് എന്നുള്ളത് ഈ ഒരു ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സൈറ്റ് വിസിറ്റിന് പോകുന്ന ആളുകൾ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസും ഫോട്ടോസും ഡെഫിനറ്റ്ലി എടുക്കണമെന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, സൈറ്റ് അനാലിസിസ് പ്രസൻറ്റേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്തു. ആൾറെഡി സൈറ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്തു, അതിനുശേഷം റഫ് സ്കെച്ച് വരച്ചിട്ട് അതിൻ്റെ പ്രോപ്പർ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തു, അതിൻ്റെ ആക്സസും കാര്യങ്ങളും എവിടെയാണെന്നുള്ളത് മാർക്ക് ചെയ്തു, ബൗണ്ടറീസ് മാർക്ക് ചെയ്തു, ദെൻ മെഷർമെൻറ്റ്സ് എടുത്തു. അതിനുശേഷം സൈറ്റിൻ്റെ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോട്ട് ചെയ്തു, നൈബറിംഗ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്തു, ക്ലൈമാറ്റിക് ആസ്പെക്ട് പ്രകാരം സൈറ്റ് കണക്ട് ചെയ്തിട്ടുള്ള സൺ പാത്ത്, വിൻഡ് ഡയറക്ഷൻസ്, ടെമ്പറേച്ചർ, പ്രസിപ്പിറ്റേഷൻ ഡീറ്റെയിൽസ് ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്തു. അതിനുശേഷം നമ്മളിതിനെ മൊത്തത്തിലൊരു ഡോക്യുമെൻ്റ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രസൻറ്റേഷൻസിനെയാണ് സൈറ്റ് അനാലിസിസ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആൾറെഡി സോർട്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസിനെ പ്രോസസ്സ് ചെയ്തിട്ടൊരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സൈറ്റ് അനാലിസിസ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മാനുവൽ അല്ലെങ്കിൽ ഹാൻഡ് ഡ്രോൺ ഷീറ്റ്സ് ആയിട്ടും ഡിജിറ്റൽ ഷീറ്റ്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷൻസ് മേക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. ഇതിൻ്റെ ബേസിക്
ആവശ്യം എന്ന് പറയുന്നത് ഡിസൈനിങ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഡിസൈനിങ്ങിൽ ഒരു കീ കൺസിഡറേഷൻ നമുക്കവിടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഇത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈറ്റ് വിസിറ്റ്സും കാര്യങ്ങളും നടത്തുന്ന ഒരു ടീം ആയിക്കൊള്ളണം എന്നില്ല പലപ്പോഴും ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജിൽ പ്ലാനിങ് അല്ലെങ്കിൽ 3D ഡിസൈനിങ് സ്റ്റേജിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു സൈറ്റിനെ കുറിച്ചുള്ള പ്രോപ്പർ ഐഡിയ എന്താണ്, ആ സൈറ്റ് എന്താണ്, അവിടുത്തെ ക്ലൈമാറ്റിക് ആസ്പെക്ട്സ്, നൈബർഹുഡ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളൊരു പാർട്ടിലാണ് ഈ ഒരു പ്രസൻറ്റേഷൻസ് മേക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വലിയ ഹ്യൂജ് പ്രൊജക്ട്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു സൈറ്റ് സ്റ്റഡി ബേസ്ഡായിട്ടുള്ള പ്രസൻറ്റേഷൻസൊക്കെ ക്ലയൻറ്റിൻ്റെ ടീമിൻ്റെ മുമ്പിലും അല്ലെങ്കിൽ ഡിസൈൻ വിങ്ങിൻ്റെ മുമ്പിലൊക്കെ ആയിട്ട് നടത്തേണ്ടി വരും. സോ ആ ഒരു പാർട്ടിലാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു സ്റ്റഡി പ്രൊസീജിയറോടെ നടത്തുന്നത്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെൻഷൻ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള സൈറ്റ് അനാലിസിസ് പ്രസൻറ്റേഷൻ്റെ ബേസിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിലുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആൾറെഡി നമുക്ക് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സും ക്ലയൻറ്റിൻ്റെ നീഡ്സും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നോട്ട് ഡൗൺ ആയിരിക്കും. സോ അതിനെ കണക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് സൈറ്റ് അനാലിസിസ് അല്ലെങ്കിൽ സൈറ്റ് കണ്ടീഷൻസ്, സൈറ്റ് സെനാരിയോ എന്നുള്ളത്. അപ്പോൾ അതിന് ഇത്തരത്തിൽ കളക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളൊരു പ്രസൻറ്റേഷനും കൂടെ മേക്ക് ചെയ്യണം. അത് ഡിജിറ്റലോ ഹാൻഡ് ഓണോ ആവാം. ആ ഒരു പ്രൊസീജിയറിലൂടെ നമുക്ക് ആ സൈറ്റിൻ്റെ സ്റ്റഡി എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടെ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് സൈറ്റ് അനാലിസിസ് എന്ന് പറയുന്ന പ്രൊസീജിയറിലുള്ളത്. വളരെ ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. പക്ഷേ കാര്യങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ സൈറ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അതിലും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് വീഡിയോയിൽ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് വരുന്നത് കേസ് സ്റ്റഡീസ് എന്നുള്ളതായിരിക്കും. ഓക്കെ.